അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. പ്രിയ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, പരിശുദ്ധ ഉംറ നിർവഹിച്ച് ഹജ്ജ് വരെ മക്കയിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഞാൻ വിവരിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്ന്, യാത്രക്ക് മുമ്പായി നിർബന്ധമായും ഓരോ ഹാജിയും 2 വാക്സിനേഷൻ നടത്തേണ്ടതുണ്ട്. ഒന്ന് മെനിഞ്ചൈറ്റിസ്, മറ്റൊന്ന് പോളിയോ വാക്സിനേഷൻ. ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ ഓരോ ജില്ലയിലെയും ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുന്നതിനനുസരിച്ച്, നിങ്ങളുടെ ട്രെയിനർമാർ വിളിച്ച് അറിയിക്കുന്നതിനനുസരിച്ച് ആ നിശ്ചിത കേന്ദ്രത്തിൽ പോയി അതേ ദിവസം തന്നെ നിങ്ങൾ കുത്തിവെപ്പ് എടുക്കേണ്ടതുണ്ട്. മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കരുത്. കാരണം പിന്നീട് നിങ്ങൾക്ക് അത് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ദിവസം തന്നെ അതിന് പോയിട്ട് നിശ്ചിത കേന്ദ്രത്തിൽ പോയി കുത്തിവെപ്പ് എടുക്കുക. പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഹാറ്റ് കാർഡ്, ഒരു പച്ച നിറത്തിലുള്ള കാർഡ്, ഹെൽത്ത് ആൻഡ് ട്രെയിനിങ് കാർഡ് കയ്യിൽ കരുതേണ്ടതാണ് എന്ന് കൂടി അറിയിക്കുന്നു. മറ്റൊന്ന്, നമ്മളുടെ വിമാന യാത്ര, ഹജ്ജ് യാത്ര കേരളത്തിൽ നിന്ന് മിക്കവാറും മെയ് 21 തുടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മള് ഇനി മക്കയിൽ താമസിക്കുകയാണ് ഹജ്ജ് വരെ. അപ്പോൾ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, നമ്മള് നമ്മുടെ താമസ സ്ഥലത്ത് നിന്ന് ഹറമിലേക്കുള്ള റൂട്ട് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത്, ഏത് ബസ്സിലാണ് കയറേണ്ടത്, എത്രാം നമ്പർ ബസ്സിൽ കയറണം, എവിടെ ഇറങ്ങണം, അതുപോലെ തന്നെ അവിടെ നിന്ന് ഹറമിലേക്ക് എങ്ങനെ രണ്ടാമത്തെ ഒരു ബസ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ എത്തുക. ഇനി ഹറമിന്റെ പരിസരത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന വാതിലിന്റെ നമ്പർ നമ്മൾ നോട്ട് ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഹറമിന്റെ പ്രവേശന കവാടങ്ങൾ എന്ന് പറഞ്ഞാൽ ചുറ്റുമുണ്ട്. എല്ലാ ഭാഗത്തു കൂടെയും ഹറമിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രവേശിക്കുന്ന വാതിലിന്റെ നമ്പർ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. കാരണം ആ പ്രവേശിക്കുന്ന വാതിലൂടെ തന്നെ ആയിരിക്കണം നമ്മൾ തിരിച്ചു വരേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ സ്ഥലം മാറിപ്പോകും. അതായത് 1-ാം നമ്പർ വാതിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ തിരിച്ചിറങ്ങുമ്പോഴും 1-ാം നമ്പർ വാതിലൂടെ ഇറങ്ങുക. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ താമസ സ്ഥലത്ത് എത്താൻ വളരെയധികം സൗകര്യമുണ്ടായിരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹജ്ജ് അടുക്കുന്നതിനനുസരിച്ച് ഹറമിലെ തിരക്ക് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ ദിവസവും 10,000-കണക്കിന് ഹാജിമാരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജമാഅത്തുകൾക്ക് എത്തുന്നത്, ഹറമിലേക്ക് എത്തുന്നത് നമ്മൾ അതിനനുസരിച്ച് ക്രമീകരിക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു ഡെയിലി നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു രീതി പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ അസീസിയയിലാണ് താമസിക്കുന്നത്. അപ്പോൾ തന്നെ അവിടെ നിന്ന് നമ്മൾ സുബഹിക്ക് മുമ്പ് നമ്മൾ സാധാരണ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി ഹറമിലേക്ക് പുറപ്പെടുക. ഏകദേശം ഒരു 3 മണിയാവുമ്പോൾ നമ്മൾ ഹറമിലേക്ക് പുറപ്പെടുക. എന്നിട്ട് തഹജ്ജുദൊക്കെ നമസ്കരിച്ച് അല്പനേരം നമ്മൾ അവിടെ ഖുർആൻ ഓതുക, അല്ലെങ്കിൽ നമ്മൾ ദിക്ർ ചൊല്ലി ഹറമിൽ തന്നെ കഴിച്ചു കൂട്ടുക. ആ സമയത്ത് തിരക്കില്ലെങ്കിൽ നിങ്ങൾക്ക് തവാഫിന് ഇറങ്ങാവുന്നതാണ്. ഇനി ഇത് കഴിഞ്ഞ് സുബഹി ജമാഅത്ത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അല്പസമയം ഹറമിൽ തന്നെ ഇരിക്കുക. സുബഹി കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾ തിരിച്ചു പോരാൻ ശ്രമിക്കരുത്. കാരണം നല്ല തിരക്ക് അനുഭവപ്പെടും. സുബഹി കഴിഞ്ഞും അതുപോലെ തന്നെ ജുമാ കഴിഞ്ഞ് അതുപോലെ തന്നെ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഈ 3 സമയങ്ങളിലും നമ്മൾ അല്പം കഴിഞ്ഞതിന് ശേഷം, ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഹറമിൽ നിന്ന് പുറത്തിറങ്ങുക. അതുവരെ നിങ്ങൾക്ക് അവിടെ ഖുർആൻ ഓതിയോ അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തിയോ ഒക്കെ അവിടെ കഴിച്ചു കൂട്ടാം. അല്ലാതെ നിങ്ങൾ ആ സമയത്ത് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് റൂമിലെത്താനൊക്കെ പ്രയാസപ്പെടും. അങ്ങനെ നമ്മൾ സുബഹി കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങുന്നു. എന്നിട്ട് നമ്മൾ താമസ സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾക്ക് പ്രാതൽ എന്തെങ്കിലും കഴിക്കാം. പിന്നെ നമുക്ക് ഭക്ഷണം, ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കാം. അതല്ലെങ്കിൽ അല്പസമയം അവിടെ കടന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉച്ചയ്ക്കുള്ള ഭക്ഷണം നിങ്ങൾ അവിടെ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ അവിടെ തയ്യാറാക്കുക. അത് തയ്യാറാക്കുമ്പോൾ രാത്രിയൊക്കെയുള്ളതും കൂടി അതിൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടാകും. ഇനി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ളുഹർ നമസ്കാരത്തിന് നിങ്ങൾ അസീസിയിൽ തന്നെ ഏതെങ്കിലും ഒരു പള്ളിയിൽ കൂടുന്നതാണ് നല്ലത്.
അങ്ങനെ ളുഹറും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അല്പം കഴിഞ്ഞ് അസറിന് കണക്കാക്കിയിട്ട് നമ്മൾ പള്ളിയിലേക്ക് വരിക, ഹറമിലേക്ക്. അങ്ങനെ അസർ നിസ്കരിച്ച് പിന്നെ നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാൻ കഴിയും. പിന്നെ പുറത്തിറങ്ങി വേണമെങ്കിൽ ഒരു ചായ ഒക്കെ കുടിച്ച്, അവിടെ ഹോട്ടലുകളുണ്ട്, അവിടെ ഒരു ചായ ഒക്കെ കുടിച്ച് വീണ്ടും പിന്നെ മഗ്‌രിബ് ആകുന്നതിന് മുമ്പായിട്ട് പള്ളിയിലേക്ക് തന്നെ കയറാം. അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് തന്നെ നിങ്ങൾ നേരത്തെ തന്നെ കയറി ഹറമിൽ ഇരിക്കുകയാണ് നല്ലത്. പിന്നെ മഗ്‌രിബും ഇഷാവും കഴിഞ്ഞതിന് ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഷാ ജമാഅത്ത് കഴിഞ്ഞൊരു അരമണിക്കൂർ വീണ്ടും പള്ളിയിലിരിക്കുക. ആ തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷം നിങ്ങൾ റൂമിലേക്ക് വന്ന് രാത്രി ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങുക. ഈ ഒരു രീതിയിൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ എല്ലാ വക്തും, അതായത് 4 വക്തും നമ്മൾക്ക് പരിശുദ്ധ ഹറമിൽ കിട്ടും. ഒരു വക്ത് പിന്നെ നിങ്ങൾ താമസിക്കുന്ന അടുത്തുള്ള പള്ളിയിലാണ്. പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നത് അതൊക്കെ ഹറമിന്റെ ഭാഗം തന്നെയാണ് എന്നുള്ളതാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. ഹറമിലെത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ചെരുപ്പ് ഒരു കീസിലെടുത്ത് കയ്യിൽ വെക്കാവുന്നതാണ്, അതല്ലെങ്കിൽ അവിടെയുള്ള ഷൂറാക്കുകളിൽ വെക്കാവുന്നതാണ് എന്നൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇനി ഹറമിലെ ഓരോ വക്ത് ജമാഅത്ത് കഴിയുമ്പോഴും പിന്നെ ഉടനെ തന്നെ മയ്യത്ത് നമസ്കാരങ്ങൾ ഉണ്ടാകും. ആ മയ്യത്ത് നമസ്കാരത്തിലൊക്കെ പങ്കെടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹറമിന്റെ ഓരോ ഭാഗത്തും എല്ലായിടത്തും CCTV ക്യാമറകളുണ്ട്. നിങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ഓരോ സെക്കൻഡിലും. അതുകൊണ്ട് തന്നെ നിങ്ങളുടേതല്ലാത്ത ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ അത് എടുക്കരുത്. അതുപോലെ തന്നെ സംശയകരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനവും നടത്തരുത്. നിങ്ങൾ ഉടനെ തന്നെ പിടിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പിന്നെ ഹജ്ജ് അടുക്കും തോറും തിരക്ക് വർദ്ധിക്കും. അതിനനുസരിച്ച് നിങ്ങൾ ജമാഅത്തിനും ജുമാക്കും വരുന്നത്, ഇപ്പൊ സാധാരണ നിലക്ക് ജുമാക്കൊക്കെ ഒരു 10 മണിക്ക് തന്നെയെങ്കിലും ഹറമിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ വരുമ്പോൾ എപ്പോഴും ഒരു മുസല്ല കയ്യിൽ കരുതുന്നത് നല്ലതാണ്. കാരണം അഥവാ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും മുസല്ലയിട്ട് നമസ്കരിക്കാൻ നിങ്ങൾക്ക് സൗകര്യപ്പെടണം എന്നുണ്ടെങ്കിൽ അത് വേണം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, പരമാവധി നമ്മൾ ഹറമിൽ കഴിച്ചു കൂട്ടുക എന്നുള്ളത്. അധിക സമയം ഹറമിൽ കഴിച്ചു കൂട്ടുക അത്രയധികം പുണ്യമുള്ള ഒരു സ്ഥലമാണത്. അതുപോലെ തന്നെ ആ ഒഴിവുണ്ടെങ്കിൽ നമ്മള് വൈകുന്നേരങ്ങളിലൊക്കെ തന്നെയും കഴിയുന്ന ആളുകൾ ഹറമൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ ശ്രദ്ധിക്കുക. കാരണം ആദ്യമായിട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കാണുക എന്നുള്ളത് നല്ല വലിയൊരു പുണ്യമുള്ള ഒരു കാര്യമല്ലെങ്കിൽ പോലും അത് പരിശുദ്ധമാക്കപ്പെട്ട ഒരു ഗേഹമാണ്, അള്ളാഹുവിന്റെ ഭവനമാണ്. അതൊന്ന് കാണുക എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സംഗതിയാണ് എന്ന് കൂടി ഉണർത്തുന്നു. ഇനി നമ്മളുടെ താമസ സ്ഥലത്തെ സൗകര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. നമ്മളെ റൂമിന്റെ സൈസ് അനുസരിച്ച് അതിൽ ആളുകൾ ഉണ്ടാകും. ചിലപ്പോൾ നമ്മളെ അല്ലാതെ മറ്റുള്ള കവറിലുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക. എല്ലാവരും ഒരു കുടുംബം പോലെ കഴിയണം. നമ്മൾക്ക് അവിടെ ഒരാൾക്ക് ഒരു കട്ടില്, ഒരു ബെഡ്, ഒരു ബെഡ്ഷീറ്റ്, തലയണ, അതുപോലെ തന്നെ ഒരു കമ്പിളിപ്പുതപ്പ് എന്നിവ ലഭിക്കും. 12 പേർക്ക് ഒരു ടോയ്ലറ്റ്, അതുപോലെ തന്നെ 30 പേർക്ക് ഒരു അടുക്കള എന്ന രീതിയിലാണ് ഉണ്ടാവുക. പരിമിതമായ സൗകര്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ. വെള്ളത്തിന്റെ ഉപയോഗം നമ്മൾ പരമാവധി കുറക്കണം. ഇഷ്ടംപോലെ വെള്ളം അവിടെ കിട്ടും. പക്ഷേ ചിലപ്പോ തിരക്ക് കൂടുമ്പോൾ ഇത് ടാങ്കറിലാണ് അവിടെ വെള്ളം കൊണ്ടുവരുന്നത്. അപ്പോ ഈ ടാങ്കർ എത്താനുള്ള പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. അതുപോലെ തന്നെ വെള്ളമില്ലാത്ത സമയത്ത് അഥവാ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ടാപ്പ് തുറന്നിടാതിരിക്കുക. നിങ്ങൾ പോകുമ്പോൾ ടാപ്പൊക്കെ പൂട്ടിയെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ എല്ലാ സ്വിച്ചുകളും, കറണ്ടിന്റെ സ്വിച്ചും ഓഫ് ആക്കുക. അതുപോലെ അടുക്കളയിൽ അല്ലാതെ മറ്റൊരു സ്ഥലത്തും നിങ്ങൾ പാകം ചെയ്യാൻ ശ്രമിക്കരുത്. ഇൻഡക്ഷൻ കുക്കറൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. വളരെ ശ്രദ്ധിച്ചു വേണം കൊണ്ടുപോകാന്. പക്ഷെ അതൊരിക്കലും അവനവന്റെ റൂമിൽ വെച്ച് പാകം ചെയ്യാനുള്ളതല്ല. അടുക്കളയിൽ വെച്ച് മാത്രമേ പാകം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഫ്രിഡ്ജില് നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഉള്ള ഫ്രിഡ്ജാണ് എന്നുള്ള രീതിയിൽ അത് പരമാവധി പരസ്പര സഹകരണത്തോടു കൂടി
പരമാവധി നല്ല പൂർണ്ണമായിട്ടും സഹകരണത്തോടു കൂടി മാത്രമേ എല്ലാവരും പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുകൂടി സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ലിഫ്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് സ്ത്രീകൾക്കും പ്രായമായ ആളുകൾക്കും മുൻഗണന നൽകുക. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ബിൽഡിങ്ങിനെ പറ്റി ഉണ്ടെങ്കിൽ അവിടെ തന്നെ ആ ബിൽഡിങ്ങിലെ റിസപ്ഷനിൽ പരാതി പുസ്തകം ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ അത് രേഖപ്പെടുത്താവുന്നതാണ്. ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങൾ അത്യാവശ്യമൊക്കെ കൊണ്ടുപോകാം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇനി ആരും ഒന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്ത് തന്നെ മാർക്കറ്റുകളുണ്ട്. ആ മാർക്കറ്റിൽ നിന്ന് പീടികയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. പാത്രങ്ങൾ അടക്കമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. ഇറച്ചിയും മീനും അതൊക്കെ കിട്ടും. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ തിന്നാനല്ല അവിടേക്ക് പോകുന്നത്. നമ്മൾ ഖുഷിയോട് കൂടി തിന്നുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പോകരുത്. പരമാവധി നിങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് പറയാനുള്ളത്, അത് പാചകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പരമാവധി കുറച്ചിട്ട് അത്യാവശ്യം നമ്മൾക്ക് വിശപ്പടക്കാനുള്ള സംഗതികൾ മാത്രം ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള പണികളിൽ ഏർപ്പെടുക എന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളും ഇന്ത്യൻ ഹജ്ജ് മിഷൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോ അവിടെ മക്കയില് ഏകദേശം 15ഓളം ബ്രാഞ്ച് ആശുപത്രികളുണ്ട്. ഓരോ ബ്രാഞ്ചിനോടനുബന്ധിച്ചും ചെറിയ ബ്രാഞ്ച് ആശുപത്രികളുണ്ട്. അതുപോലെ തന്നെ കിടത്തി ചികിത്സിക്കാവുന്ന 2 ആശുപത്രികൾ മക്കയിൽ തന്നെയുണ്ട്. ഇതിലൊക്കെ തന്നെയും നമ്മളെ മലയാളി ഡോക്ടർമാർ, ഇന്ത്യൻ ഡോക്ടർമാരാണ് മുഴുവൻ ഉണ്ടാവുക. അതിൽ തന്നെ മലയാളി ഡോക്ടർമാരും നഴ്സുമാരും അതിൽ അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് അങ്ങനെയുള്ള പാരാമെഡിക്കൽ സ്റ്റാഫ് ഒക്കെ ഉണ്ടാകും. അതിനൊക്കെ നിങ്ങളെ സഹായിക്കാൻ നമ്മുടെ ഹാദിമുൽ ഹുജ്ജാജ്, ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന ഹാദിമുൽ ഹുജ്ജാജ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ, കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം നിയോഗിക്കുന്ന ഹജ്ജ് അസിസ്റ്റന്റുമാരും അസിസ്റ്റന്റ് ഹജ്ജ് ഓഫീസർമാരും ഒക്കെ അവിടെ ഉണ്ടാകും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി എന്നുകൂടി ഉണർത്തുന്നു. അതുപോലെ തന്നെ ഇനി ചികിത്സ നമ്മൾക്ക് ഇന്ത്യൻ ഹോസ്പിറ്റലിൽ പോരാ എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സൗദിയുടെ വലിയ വലിയ ആശുപത്രികൾ ഓരോ സ്ഥലത്തുമുണ്ട്. മക്കയിലുണ്ട്, മദീനയിലുണ്ട്, മിനായിലും അറഫയിലും മുസ്ദലിഫയിലും ഒക്കെ തന്നെയുമുണ്ട്. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഹാജിമാർക്കുള്ള ചികിത്സ തികച്ചും സൗജന്യമാണ് എന്നുകൂടി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ഓരോ സ്ഥലത്തും നമ്മളെ സഹായിക്കാൻ വേണ്ടി മലയാളികളായിട്ടുള്ള സന്നദ്ധ സേവകര് 24 മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടാകും. അവരുടെ സേവനമൊക്കെ വളരെയധികം നിസ്തുലമാണ് എന്നുകൂടി അറിയിക്കുന്നു. അതുപോലെ ഏതെങ്കിലും കാരണത്താൽ എവിടെ വെച്ചെങ്കിലും നിങ്ങൾ വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ യാതൊരു പരിഭ്രമവും ഉണ്ടാക്കാതെ, ബേജാറും ഉണ്ടാവാതെ പടച്ചവരോട് പ്രാർത്ഥിക്കുക. ആരെങ്കിലും നിങ്ങളുടെ സഹായത്തിനെത്തും. നമ്മളുടെ സൗദി പോലീസ് ഉണ്ട്, ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ഉദ്യോഗസ്ഥരുണ്ട്, നമ്മുടെ ഹാദിമുൽ ഹുജ്ജാജുമാരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. ആരെങ്കിലും നിങ്ങളുടെ സഹായത്തിന് എത്തും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ യാത്രാ തീയതിക്കനുസരിച്ച് നമ്മൾക്ക് ഹജ്ജിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ മക്കയിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, ഹിറാ ഗുഹ, സൗർ ഗുഹ പോലെയുള്ള സ്ഥലങ്ങള്, അതുപോലെയുള്ള മറ്റു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങൾ സ്വന്തം നിലക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരു 15-25 റിയാല് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടാക്സികൾ കിട്ടും, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സുകളിൽ കൊണ്ടുപോകും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒറ്റക്കൊരിക്കലും ഒരാളും പോകരുത്. കൂട്ടമായി മാത്രമേ പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ടാക്സികളിലൊക്കെ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടെങ്കിൽ ടാക്സികൾ ആദ്യം പുരുഷന്മാർ കയറുക, എന്നിട്ട് സ്ത്രീകളെ കയറ്റുക. അതുപോലെ തന്നെ ഇറങ്ങുന്ന സമയത്ത് ആദ്യം സ്ത്രീകൾ ഇറക്കുക, പിന്നീട് പുരുഷന്മാർ ഇറങ്ങുക. ഈ രീതിയിലായിരിക്കണം. മറ്റത് നിങ്ങളൊക്കെ ചതിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അംഗീകൃത ടാക്സികളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ പണം സൂക്ഷിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹറമിലേക്ക് പണം ഒന്നായിട്ട് കൊണ്ടുവരരുത്, എന്നാല് തീരെ കൊണ്ടുവരാതിരിക്കുകയും വരുത്. നമ്മൾ ഒരു 50-100 റിയാല് എല്ലാവരും അവനവന്റെ പോക്കറ്റിൽ കരുതണം. സ്ത്രീകളാണെങ്കിൽ നമ്മളെ പർദ്ദയുടെ ഉള്ളിലോ അല്ലെങ്കിൽ അവർ ഉള്ളിൽ ധരിക്കുന്ന ആ വസ്ത്രങ്ങളിലോ ഒരു ചെറിയ പോക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാല് അവർക്ക് അതിൽ സൂക്ഷിക്കാവുന്നതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അരയിൽ ഒരു ബെൽറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാൻസ് ആണെങ്കിൽ പാൻസിന്റെ ഉള്ളിലൊക്കെ ആ പണം സൂക്ഷിക്കുക. നിങ്ങള് ചതിക്കപ്പെടാൻ, അധികം പണം കയ്യിലുണ്ടെങ്കിൽ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഉംറ കഴിഞ്ഞ് ഹജ്ജ് വരെ നമ്മൾ മക്കയിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യം ശരിക്കും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്.
കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഹജ്ജിന് വേണ്ടി തയ്യാറാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാൻ അവിടെ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ മരുന്ന് കഴിക്കുക. മറ്റൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, തണുത്ത ആഹാരങ്ങൾ അല്ലെങ്കിൽ തണുത്ത പാനീയങ്ങൾ കുടിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുക. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ എല്ലാം തണുപ്പിച്ചതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അത് പരമാവധി ഒഴിവാക്കുക. സംസൊക്കെ കുടിക്കുമ്പോൾ തണുക്കാത്തത് അവിടെ ഉണ്ടാകും, അത് കുടിക്കുക. അതുപോലെ തന്നെ പഴങ്ങൾ, വെള്ളം ധാരാളം കുടിക്കുക, പഴങ്ങൾ ധാരാളം കഴിക്കുക. ഇങ്ങനെ നമ്മൾക്ക് ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. എന്നിട്ട് നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരസ്പര സഹകരണത്തോടെ റൂമിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ഹറമിലാണെങ്കിലും ഒക്കെ തന്നെയും പരസ്പരം സഹകരണത്തോടെ എല്ലാവരും ഹജ്ജിന് വന്നതാണ്, എല്ലാവരും എന്റെ സഹോദരങ്ങളാണ് എന്നുള്ള ഒരു ധാരണയോടെ മറ്റുള്ളവരെ എങ്ങനെ നമ്മൾക്ക് സഹായിക്കാൻ സാധിക്കും അതൊക്കെ ചെയ്തുകൊണ്ട് പരമാവധി ഹറമില് കഴിച്ചു കൂട്ടിക്കൊണ്ട് പിന്നെ ഇബാദത്തിലായിക്കൊണ്ട് പ്രാർത്ഥനയിലായിക്കൊണ്ട് നിങ്ങൾ പിന്നെ അവിടെ ജീവിക്കുക. അത് ഹജ്ജ് വരെ ഉള്ള കാര്യങ്ങളാണ്, ആ ദിവസങ്ങൾ വരെയുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.